ഹലോ ഗായ്സ്, ഇന്നും പകലത്തെ വീഡിയോസ് മാത്രമല്ല, ഇന്നൊരു വെറൈറ്റിക്ക് രാത്രിയിലത്തെ വീഡിയോ എടുത്തതാണ് കേട്ടോ. തുടക്കണത് എൻ്റെ വെളിച്ചെണ്ണ കുപ്പിയാണ് കേട്ടോ. അത് കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പം കഴുകി ഉണക്കി തുടച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാനാണ്. ആ വീഡിയോ പോയപ്പോൾ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടത്. അങ്ങനെ എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കണ നേരത്താണ് കേട്ടോ അതിൻ്റെ കാർക്ക്, അതായത് മൂടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. നീരവിൻ്റെ കളി കൊണ്ടാണ് കേട്ടോ പൊട്ടിയത്. അപ്പം ഞാൻ അവനെ കുറേ ചീത്തയും വിളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ വേഗം സെല്ലോ ടൈപ്പ് എടുത്തു വേണമെന്ന് എന്തായാലും കളയാൻ ഉദ്ദേശിക്കണില്ല വിചാരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുപ്പി. ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത് വരുമ്പോൾ കുറേ ദിവസം പിടിക്കുമല്ലോ, അതുവരെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ വെച്ചിട്ട് സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ച്. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നല്ല സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ്. കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ ട്രിപ്പ് പോണ ആൾക്കാരൊന്നല്ല ഫാമിലി ആയിട്ട്. ആകെ പോയിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ അച്ഛമ്മ ഇവരൊക്കെ മരിച്ച സമയത്ത് ഇവരുടെ അസ്ഥി കടലിൽ ഒഴുക്കാൻ വേണ്ടി പോകുമല്ലോ, ആ ഒരു കാര്യം മാത്രം. പിന്നെ കല്യാണങ്ങൾക്ക് ഒത്തുകൂടുക, ടെമ്പിൾ പോവുക, അങ്ങനെ ഒരു പരിപാടിയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് എൻ്റെ ഓർമ്മയിൽ ഇത് ആദ്യത്തെ തോന്നുന്നു. ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തേക്കണ് നമ്മുടെ സ്മോക്കി ചേട്ടനാണ് കേട്ടോ. അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഡ്രസ്സ് ചെയ്തെടുക്കും, ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ഒരു പുതിയ ഡ്രസ്സോ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാനാണെങ്കിൽ കുറേ ദിവസം പിടിക്കും തോന്നുന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഉള്ള ചുരിദാറും എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് കെട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. എല്ലാം ഒതുക്കാൻ വേണ്ടിയിട്ട് 2 ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒന്നിൽ സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നേ. പിന്നെ ചെറുതിൽ കൊള്ളില്ല തോന്നിയപ്പോൾ വലുത് തന്നെ എടുത്തു. എന്തുകൊണ്ടും ഒരു ട്രിപ്പിന് നല്ലത് ഇങ്ങനെ ഒരു വലിയ ബാഗ് തന്നെയാന്ന് തോന്നി. അപ്പോൾ അതന്നെ നീരവൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. കണ്ടവിടെ എടുത്തും എല്ലാം കൊണ്ടും നല്ല ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, സോയാബീൻ ബിരിയാണി. അതന്നെ രാത്രി കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം രണ്ടാളും കൂടെ അത് കഴിച്ചു. സീരിയലൊക്കെ വെച്ചിട്ടാണ് ഇട്ടിരുന്ന് കഴിക്കണത്. അപ്പോൾ അടിപൊളിയായിരുന്നേ. വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൻ വയറ് നിറച്ച് കഴിച്ചു. പിന്നെ പാത്രം കഴുകിയുള്ള പരിപാടിയിലാണല്ലോ കുറച്ച് ടൈം പോണത്. അപ്പോൾ പാത്രം കഴുകാനും ഒതുക്കാനും പിടിക്കാനും ഇരുന്ന് കുറച്ച് ടൈം അതിനായിട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് കയറുകയാണേ. അപ്പോൾ കുറച്ച് കുപ്പി കൂടെ വെള്ളം നിറച്ച് വയ്ക്കാണ്ടായിരുന്നു റൂമിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അതും കൂടി നിറച്ചിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് കയറി. എനിക്ക് നെയിൽ പോളിഷ് ഇടണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ. നീരവിൻ്റെ കോവിവിളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. ഞാൻ എന്തൊരു പണി ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ അവൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താ കാര്യം വേഗം പോയി നോക്കി. എന്നിട്ട് ദാ എൻ്റെ പൗച്ച് എടുത്തു. ഇതിൽ നിറച്ചിട്ട് ഞാൻ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. ചേട്ടൻ വരുമ്പോൾ ഓരോ പാക്കറ്റ് നെയിൽ പോളിഷ് ഇങ്ങനെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ആദ്യമായിട്ടാട്ടോ ഈ ഒരു കളറാണ് നല്ല കളറായിട്ട് തോന്നി. എന്താ റെഡ് അല്ല മെറൂണാ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഇരുമ്പോഴേക്കും നീരവ് വന്നു കേട്ടോ. അവനും കൂടി ഒരു വിരലിൽ ഇട്ട് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. പടുപ്പുള്ള നടന്നത് പിന്നെ ശാലയിൽ പോയിപ്പോൾ ഒരു പെട്ടി ബുക്കാണ് കേട്ടോ നീരവിന് കൊടുത്ത്. 5-6 പേജുള്ള ഓരോരോ ബുക്കുകളാണ്. അതൊരു ബോക്സിലായിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടേക്കാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ ബാഗുകൾ 2 അവിടെ കൊണ്ടുവച്ച് കസാരയിൽ കൊണ്ടുവച്ച് പിന്നെ നമ്മൾ കെടുക്കായി ഇനിയുള്ള ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.